ശ്രീനിവാസ് ഇവിടെ പ്ലാൻ പ്രസന്റ് ചെയ്തപ്പോ എനിക്കറിയാം നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന്. അത് ഞങ്ങൾക്കും അങ്ങനെ തന്നെയായിരുന്നു. പ്ലാൻ കേട്ടപ്പോ ഒന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ ഇവിടെ കുറെ ആൾക്കാര് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇതിനകത്തുനിന്ന് എന്തൊക്കെയോ കിട്ടുന്നു മനസ്സിലായി. ഓർമ്മ എങ്ങനെ കിട്ടുന്നു ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഈ ബിസിനസ്സിലൂടെ കഴിഞ്ഞ 7.5 വർഷം സീരിയസ് ആയി ബിസിനസ് ഏറ്റെടുത്തപ്പോ എന്റെ അക്കൗണ്ടിലേക്ക് കമ്പനി 2.5 കോടി രൂപയാണ് കമ്മീഷനായിട്ട് തന്നത്. കയ്യടിയില്ലേ മേഡം? ആ, കയ്യടിച്ചോളൂ. ഈ കൈയടിക്കാത്തത് എന്തുകൊണ്ടറിയോ? അത് വിശ്വാസമായിട്ടില്ല. സാറേ അങ്ങനെയൊന്നും ഞങ്ങളെ പറഞ്ഞ് പറ്റിക്കണ്ട. ഇതൊക്കെ കുറെ നമ്മൾ കണ്ടതാണ് അല്ലെ? നമ്മുടെ നാട്ടിലും കുറെ ആൾക്കാർ ഇതേപോലെ ലക്ഷങ്ങൾ കിട്ടുന്നുണ്ട്, കോടികൾ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം കൂലിപ്പണിക്ക് പോണത് നമ്മൾ കണ്ടതാ. എന്നാൽ ഇത് വെറുതെ പറയല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ അടുത്ത് പേഴ്സണലി വരികയാണെങ്കിൽ ഈ 2.5 കോടി കിട്ടിയതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്റെ പോക്കറ്റിലുണ്ട്, മൊബൈലിലുണ്ട്. ഓക്കെ, എന്റെ മൊബൈല് വെബിനൈലായില്ല. ഓക്കെ, അപ്പൊ തെളിവുണ്ട്, വെറുതെ പറയല്ല. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ. എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും കിട്ടും. കിട്ടുമല്ലേ? കിട്ടുമോ? കിട്ടും. അതിന് എന്ത് വേണം? ആദ്യം വേണ്ടത് നിങ്ങൾ അത് വിശ്വസിക്കുക എന്നുള്ളതാണ്. കിട്ടുന്നുള്ളത് വിശ്വസിക്കുക. രണ്ടാമത് നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം വേണം. ഓക്കെ, 2 രീതിയിൽ ആൾക്കാർ ഇതിനെ ഏറ്റെടുക്കാം. അപ്പൊ എനിക്ക് 2.5 കോടി രൂപ കിട്ടി എന്ന് പറയുമ്പോൾ 2 രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ കാണാം. ഒന്ന്, നിങ്ങൾക്ക് എന്ത് പറയാം, അത് സുരേഷ് സാറല്ലേ, അയാൾ വരുമ്പോ തന്നെ 1 ലക്ഷം രൂപ വരുമാനമുള്ള ആളാണ്. ഈ ബിസിനസ്സിൽ വരുമ്പോ തന്നെ അയാൾക്ക് പ്രത്യേകിച്ച് ചുറ്റുപാടൊന്നുമില്ല, പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല, ഭാര്യയ്ക്ക് ഗവൺമെന്റ് ജോലി ഉണ്ട്, പിന്നെ അയാൾ ഓൾറെഡി ഒരു ബിസിനസ് മാൻ ആണ്. അയാൾക്ക് ചിലപ്പോൾ ഇത് കിട്ടും. ഞാനൊരു സാധാ വീട്ടമ്മ, കുടുംബത്തില് സാമ്പാറും ചോറും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധാ വീട്ടമ്മ, അല്ലെങ്കിൽ ഞാൻ സാധാരണ ഒരു കൂലിപ്പണിക്കാരൻ, അല്ലെങ്കിൽ ഞാൻ സാധാരണ ഒരു ഉസ്താദ്, ഇങ്ങനെ പല രീതിയിൽ എനിക്ക് ചിന്തിക്കാം. അത് സുരേഷ് സാർക്ക് കിട്ടും, എനിക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ വേണേ നിങ്ങൾക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചിന്തിക്കാം, സുരേഷ് സാർക്ക് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കും കിട്ടും. ഞാൻ എന്ത് ചെയ്താൽ മതി? സുരേഷ് സാർ എടുത്ത പണി ഞാൻ എടുത്താൽ മതി. സ്വർണോ? സിമ്പിൾ, അത്രേ ഉള്ളൂ. ഞാൻ എടുത്ത പണി നിങ്ങൾ എടുത്താൽ നിങ്ങൾക്കും കിട്ടും. ഇനി ഞാൻ എടുത്ത പണി എന്താണെന്ന് എനിക്ക് പറഞ്ഞുതരാം. ഞാൻ ഈ ബിസിനസ്സിൽ ഇത് തീരുമാനം എടുത്ത് ഇറങ്ങിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് ഇതുപോലെ പ്രൊജക്ടറിൽ പ്ലാൻ കാണിക്കുന്ന പരിപാടിയൊന്നും അന്നില്ല. അന്ന് ഈ പ്രൊജക്ടറേ ഇല്ല, പ്ലാനും ഇല്ല, ഒന്നുമില്ല. എനിക്ക് ഈ പ്ലാൻ കാണിച്ചു തന്നത് 2 മിനിറ്റാണ്. എത്ര മിനിറ്റ്? 2 മിനിറ്റ്. എനിക്ക് പ്ലാൻ കാണിച്ചു തന്ന ആൾക്ക് ഈ പ്ലാൻ എന്ന് അറിയില്ല. കാരണം അയാള് ജോയിൻ ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോ എനിക്ക് പ്ലാൻ തന്നു. അയാൾക്കും പ്ലാൻ അറിയില്ല, എനിക്കും പ്ലാൻ അറിയില്ല. അയാൾ എന്നോട് പറഞ്ഞെന്താ, നിങ്ങൾക്ക് സുരേഷ് നീ ഡിസ്ട്രിബ്യൂട്ടർ ആവണം. ഓക്കെ, ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ ആവാം. നീ 2 പേരെ ഡിസ്ട്രിബ്യൂട്ടർ ആക്കണം. ഓ, 2 പേരെ ഡിസ്ട്രിബ്യൂട്ടർ ആക്കാം. ഈ 2 പേരും 2.5 ലക്ഷം രൂപയ്ക്ക് ബിസിനസ് ചെയ്താൽ നീ ടീം കോർഡിനേറ്റർ ആവും എന്ന് പറഞ്ഞു. അത് വലിയ സംഭവമാണ്, ടീം കോർഡിനേറ്റർ ആവുക എന്ന് പറഞ്ഞാല്. എത്ര കിട്ടുമെന്ന് ചോദിച്ചു. നമ്മൾ ബിസിനസ്സുകാരാണല്ലോ. നമുക്ക് 25,000 ഉറുപ്പിക കിട്ടുന്നതാണ്. ഞാൻ വിചാരിച്ചു വെറും 2.5 ലക്ഷം രൂപയുടെ ബിസിനസ് ചെയ്ത് 25,000 കിട്ടും, നല്ല പരിപാടിയാണല്ലോ. കാരണം ഞാൻ ചെയ്യുന്ന ബിസിനസ്സിൽ ഞാൻ ലക്ഷങ്ങളും കോടികളുടെ ബിസിനസ് ചെയ്താലേ ഒരു 25,000 ഉറുപ്പിക കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു സാറേ 2.5 ലക്ഷം രൂപ ചെയ്താൽ 25,000 രൂപ കിട്ടും ചോദിച്ചു. ആ കിട്ടുമെന്ന് പറഞ്ഞു. അതിന്റെ മുകളില് ATC എന്ന് പറഞ്ഞൊരു പിന്നുള്ളത് അയാൾക്ക് അറിയില്ല. ആകെ TC അറിയുള്ളൂ. ഞാൻ വിചാരിച്ചെന്നറിയോ, ഈ ബിസിനസ്സിൽ ഏറ്റവും വലിയ പിന്നെ TC എന്നാ വിചാരിച്ചത്. ഞാൻ വിചാരിച്ചു TC ആയി രക്ഷപ്പെട്ടു. ഞാൻ TC ആവാൻ വേണ്ടി വർക്ക് ചെയ്ത ആളാ. എന്റെ ജീവിതത്തില് ഞാൻ TC ആവാൻ വേണ്ടി കഷ്ടപ്പെട്ടത് പിന്നെ ഞാൻ കഷ്ടപ്പെട്ടിട്ടില്ല. മനസ്സിലായില്ലേ? TC ആവാൻ വേണ്ടി ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. TC ആയപ്പോ ഞാൻ വിചാരിച്ചു രക്ഷപ്പെട്ടു. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായത് TC ഇതിലെ ഫസ്റ്റ് പിന്നാണെന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ ഞാനിത് കണ്ട സമയത്ത് ഞാൻ എന്താ ചെയ്തറിയോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ബിസിനസ് ഞാൻ ഏറ്റെടുക്കാനുള്ള ഒരു കാരണം എന്താ നിങ്ങൾക്ക്? അപ്പൊ ഞാൻ ചെയ്തിരുന്ന വോഡാഫോൺ ബിസിനസ് 1000-ല് ഒരു 4-5 പേർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും ടഫാണ് ബിസിനസ്, ഇത് നോർമൽ ബിസിനസ്. പക്ഷെ ഈ ബിസിനസ് ഞാൻ കണ്ട പ്രത്യേകത, ഈ ബിസിനസ് ആർക്കും ചെയ്യാം. വീട്ടമ്മയ്ക്കും ചെയ്യാം, കൂലിപ്പണിക്കാരനും ചെയ്യാം, സാധാ ഓട്ടോ ഡ്രൈവർക്കും ചെയ്യാം, ആർക്കും ചെയ്യാം. നമ്മുടെ ബിസിനസ്സിൽ ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, വലിയ വലിയ മുതലാളിമാരുണ്ട്, എന്നാൽ സാധാരണക്കാരുണ്ട്. എല്ലാവർക്കും ചെയ്യാം. എന്താണ് ഇതിൽ ചെയ്യാനുള്ളത്? എന്താ ചെയ്യാനുള്ളത്? നിങ്ങളുടെ ടീമില്, നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഈ ബിസിനസ് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നിങ്ങൾ പോയി പറഞ്ഞു കൊടുക്കരുത്. അതാണ് ആദ്യത്തെ തെറ്റ്. നിങ്ങൾ പറഞ്ഞു കൊടുക്കരുത്. നിങ്ങൾ വായിൽ സ്റ്റിക്കർ ഒട്ടിക്കുക, മിണ്ടി പോരുത്. തുടക്കക്കാരോടാ ഞാൻ പറയുന്നത് കേട്ടോ. തുടക്കക്കാരോടാ പറയണത്. ആവേശം മൂത്തിട്ട് പോയി ബിസിനസ് സംസാരിക്കരുത്. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, വീഡിയോ കോലായി എന്ന് പറയരുത്, ബസ് എന്ന് പറയരുത്,
കാരണം നമ്മൾ സംസാരിക്കുന്നത് കോടികൾ വരുമാനമുള്ള ബിസിനസിനെ കുറിച്ചാണ്, ആണോ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒരു കോടികൾ വരുമാനമുള്ള ഒരു ബിസിനസിനെ കുറിച്ച് പീഡിയ കൊലാലിൽ നിന്ന് സംസാരിക്കോ, ബസ്സിലിരുന്ന് സംസാരിക്കോ? ഇല്ല. നിങ്ങൾ അതിനു വേണ്ടി ഒഴിഞ്ഞൊരു സ്ഥലത്ത് പോയി അതിനായിട്ട് ഇരുന്നല്ലേ സംസാരിക്കുള്ളൂ. പിന്നെ അതേപോലെ നിങ്ങൾ ഈ ബിസിനസ് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ലുങ്കി എടുത്തിട്ട് പോയി ബിസിനസ് പറയരുത്. ഹലോ, നിങ്ങൾക്ക് ഒരാളോട് ഈ ബിസിനസ് പറയണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല ചുരിദാറും, ഈ പെണ്ണുങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്തറിയോ? നല്ല ചുരിദാർ ഇടും, 100 റുപ്യന്റെ ചെരുപ്പിടും. വളരെ ശ്രദ്ധിക്കണം. കാരണം ആൾക്കാർ ആദ്യം നോക്കി നിങ്ങളെ കാലുമിക്കാണ്. അപ്പോഴായിരിക്കും ചെരുപ്പാരും ശ്രദ്ധിക്കുന്നില്ല, ചെരുപ്പാണ് ആദ്യം ശ്രദ്ധിക്കുക. അപ്പോ നല്ല ചെരുപ്പിടുക. ഇതിനു വേണ്ടി ഒരു 500,000 ചെരുപ്പ് വാങ്ങിയാലും കുഴപ്പമില്ല. കാരണം നിങ്ങൾ സംസാരിക്കുന്നത് ലക്ഷങ്ങളുടെയും കോടികളുടെയും കഥയാണ്. ഇതൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങൾ ആയിരിക്കുന്നൊന്നും ശ്രദ്ധിക്കണില്ല, ഇതൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കും. നിങ്ങളുടെ ബാഗ്, നിങ്ങളുടെ വാച്ച്, ഇതൊക്കെ ശ്രദ്ധിക്കും. അങ്ങനെ നല്ല ഇതിനു വേണ്ടി നിങ്ങൾ 2 ഡ്രസ്സ് വാങ്ങുക, നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല സുന്ദരികളും സുന്ദരന്മാരുമായിട്ട് പോവുക, നല്ല സ്പ്രേ ഒക്കെ അടിച്ച് പോവുക. ഇതൊക്കെ ചെയ്യാൻ വിദ്യാഭ്യാസം വേണം? വേണ്ട. സ്പ്രേ അടിക്കാൻ വിദ്യാഭ്യാസം വേണോ? വേണ്ട. നല്ല രീതിയിൽ മുടിയൊക്കെ ചെയ്ത് നല്ല പൗഡറൊക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരു ഐശ്വര്യ റായിനെ പോലെയൊക്കെ, അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും അതുപോലെ നല്ല ഡീസന്റ് ആയിട്ട് പോവാ, നല്ല വൃത്തിയായിട്ട് പോവാ. നമുക്ക് പറ്റുന്ന രീതിയിൽ വൃത്തിയായിട്ട് പോവാ, പരമാവധി വൃത്തിയായിട്ട് പോവാ. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലാൻ പ്രസന്റ് ചെയ്യാൻ പഠിക്കുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ലീഡറുമായിട്ട് മാത്രമേ ബിസിനസ് പ്ലാൻ സംസാരിക്കാൻ പോകാൻ പാടുള്ളൂ. കാരണം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയാൻ അറിയില്ല. എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ തിരിച്ച് ഉത്തരം കൊടുക്കാൻ അറിയില്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലീഡറുമായിട്ട് പോവാ, നിങ്ങളുടെ ലീഡർ സംസാരിക്കും. ഇനി അതുമല്ല, നിങ്ങളുടെ ലീഡർ കുറെ ദൂരെയാണെന്ന് ഇരിക്കാം, പെട്ടെന്ന് കിട്ടാത്ത ലീഡർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ആഴ്ചയിലും നിലമ്പൂർ GTS ഉണ്ടല്ലോ, എല്ലാ ആഴ്ചയിലും ഇവിടെ മീറ്റിംഗ് ഉണ്ടല്ലോ, ഒരാളെ കയ്യോടെ കൊണ്ടുവരാം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം, ഒരു തമാശ പറഞ്ഞുതരാം. ഇപ്പോഴും നല്ലട്ടോ, ഒരു 4-5 കൊല്ലം മുന്നേ ഞങ്ങൾ മഞ്ചേരിയിൽ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഒരു നാട്ടിലെ ഒരു പൈസക്കാരൻ ഞങ്ങളെ മീറ്റിങ്ങിന് വന്നിരുന്നു. അപ്പൊ അയാൾ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ മീറ്റിംഗ് അടിപൊളിയായിട്ട് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, നിങ്ങളെ വിളിച്ചത് ആരാണെന്ന് ചോദിച്ചു. അപ്പൊ വിളിച്ചത് ഒരു വയസ്സായ ഒരാള്, ഇയാളെ കൊണ്ടുവന്നത് ഒരു പാവ മനുഷ്യൻ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇയാൾ എങ്ങനെ നിങ്ങളെ വിളിച്ചത് ചോദിച്ചു. ഈ വയസ്സായ ആള് ആ നാട്ടിലെ ഒരു പൈസക്കാരൻ എങ്ങനെ വിളിച്ചറിയോ, ഇക്ക നിങ്ങൾ മഞ്ചേരിക്ക് എൻ്റെ ഒപ്പം ഒന്ന് വരുമോ ചോദിച്ചു. അപ്പൊ ഇയാൾ ചോദിച്ചു, എന്തേന്ന് ചോദിച്ചു. ഒന്നുമില്ല, നിങ്ങളൊരു മണിക്കൂറിന്റെ ഒപ്പം മഞ്ചേരി വന്നാൽ ഞാൻ രക്ഷപ്പെടുന്നു. വേറെ ഒന്നും ഇയാൾ പറഞ്ഞില്ല. അപ്പൊ ഇയാൾ വിചാരിച്ചു, ഞാനൊരു മണിക്കൂർ വന്നാല് ഈ പാവം രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അയാൾ രക്ഷപ്പെട്ടോട്ടെ. ഇയാൾ വന്നു, അവിടെ ഇരുന്നു, പ്ലാൻ കേട്ടു, അയാൾ ജോയിൻ ചെയ്തു. സിമ്പിൾ ആലോചിച്ചു. ഇയാൾ ഒന്നും പറഞ്ഞില്ല, നിങ്ങളൊരു മണിക്കൂറിന്റെ ഒപ്പം മഞ്ചേരി വന്നാൽ ഞാൻ രക്ഷപ്പെടും, ഒന്ന് വരുമോ ചോദിച്ചു. ആയിക്കോട്ടെ, ഞാൻ വരാൻ പറഞ്ഞു. ഇതൊക്കെ അയാൾക്ക് വിദ്യാഭ്യാസമില്ല, ഒന്നുമില്ല, അയാളുടെ ബുദ്ധി ഉപയോഗിച്ച് അയാൾ ചെയ്തതാ. അപ്പൊ ഇതെന്താ, ഈ ബിസിനസ് ചെയ്യാൻ കുറെ ബുദ്ധിയൊന്നും വേണ്ട. നമ്മുടെ ലീഡേഴ്സ്, നമ്മളുടെ ടീമിൽ വിജയിച്ച ആൾക്കാരുണ്ടല്ലോ, നമ്മൾ ഈ ഗ്രൂപ്പിൽ വിജയിച്ച ആൾക്കാരുണ്ടല്ലോ, അവരോട് സ്വകാര്യമായിട്ട് ചോദിക്കുക, നിങ്ങൾ എങ്ങനെ ആൾക്കാരെ മീറ്റിങ്ങിന് വിളിക്കാറ്? ബിരിയാണി തരാന്ന് കൊണ്ട് വിളിക്കാനാണോ? ചിലപ്പോൾ ബിരിയാണി പറഞ്ഞാൽ വരുന്ന ആൾക്കാരുണ്ടാവും. ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബിരിയാണി ഒന്നും വേണ്ടി വരില്ല. പക്ഷെ ഇവിടെ എത്തിക്കണമെങ്കിൽ ചിലപ്പോൾ അതൊക്കെ അവർ പറയേണ്ടി വരും, പലതും പറയേണ്ടി വരും. ഓക്കെ, അപ്പൊ ഞാൻ പറയണത്, നിങ്ങൾ മീറ്റിംഗിലേക്ക് ആളെത്തിക്കുക, സിമ്പിൾ കാര്യമാണ്. മീറ്റിംഗിലേക്ക് ആളെത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പണി തീർന്നു, പിന്നെ ബാക്കി പണി ലീഡേഴ്സിന്റെ പണിയാണ്. അറിയാണോ? അപ്പൊ ഇത് ആർക്കും ചെയ്യാം. ഞാൻ പറയണത്, ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, എനിക്ക് 7.5 വർഷം കൊണ്ട് കിട്ടിയത് നിങ്ങൾ ഇനി വിചാരിച്ചാൽ ഒരു 4 വർഷം കൊണ്ട് കിട്ടും. എന്താ ഞാൻ പറയാൻ കാരണം അറിയോ? നിങ്ങൾ കറക്റ്റ് കണക്ക് മനസ്സിലാക്കുക. നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് 12 വർഷമായി. 12 വർഷം കൊണ്ട് നമ്മുടെ കമ്പനി ഇറക്കിയ പ്രൊഡക്റ്റ് 120 പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഒരു വർഷം എത്ര പ്രൊഡക്റ്റ് വെച്ച് ആവറേജ് ഇറക്കി? 10 പ്രൊഡക്റ്റ് വെച്ച് ഇറക്കി. മനസ്സിലാവുണ്ടോ? കണക്ക് മനസ്സിലാവുണ്ടോ? മനസ്സിലാവണില്ലെങ്കിൽ സാറേ മനസ്സിലായില്ല എന്ന് പറയണം. തലങ്ങനെ ആറ്റിയിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവും. പണ്ടൊരാൾ പറഞ്ഞത്, മനസ്സിലാവാത്തത് മനസ്സിലായി എന്ന് പറഞ്ഞാൽ മനസ്സിലായത് കൂടി മനസ്സിലാവില്ല. മനസ്സിലായില്ലേ? അപ്പോ മനസ്സിലായോ? 10 പ്രൊഡക്റ്റ് വെച്ചാണ് നമ്മുടെ കമ്പനി ഇറക്കിയത് കഴിഞ്ഞ 12 വർഷം, 120 പ്രൊഡക്റ്റ്. ഇതേ കമ്പനി ഇപ്പൊ പറയുന്നത് എന്തറിയോ? അടുത്ത 5 വർഷം കൊണ്ട് നമ്മുടെ കമ്പനി ഇറക്കാൻ പോണത് 1000 പ്രൊഡക്റ്റ് ആണ്. ഹലോ, 1000 പ്രൊഡക്റ്റ്. അപ്പൊ ഒരു വർഷം എത്ര പ്രൊഡക്റ്റ് വെച്ച് ഇറക്കണം കമ്പനി? പുതിയ പ്രൊഡക്റ്റ് ഒരു 200 പ്രൊഡക്റ്റ് വെച്ച് ഇറക്കണ്ടേ? പുതിയത് 200 പ്രൊഡക്റ്റ് വെച്ച് ഓരോ വർഷവും മൈലേജ് സെയിൽ ഇറക്കാൻ പോവാ. ഇത് വിൽക്കുന്ന ആൾക്കാരാരാ? നമ്മളാണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്.
ആലോചിച്ച് നോക്കൂ, അടുത്ത 5 വർഷം ഞാൻ അതാണ് എക്സൈറ്റഡ് ആയി നിൽക്കുന്നത്. ഇപ്പൊ എനിക്ക് ഒരു 8 ലക്ഷമോ 10 ലക്ഷമോ കിട്ടുന്നുണ്ടെങ്കിൽ അടുത്ത 5 വർഷം കഴിയുമ്പോ ഈ 10 ലക്ഷം എന്നുള്ളത് ഏകദേശം 75 ലക്ഷമായിട്ട് മാറും. ക്ലിയർ? ഞാൻ അതാണ് എക്സൈറ്റഡ് ആയി നിൽക്കുന്നത്. കഴിഞ്ഞ 5 വർഷം ചെയ്ത ബിസിനസ് അല്ല ഇനി 5 വർഷം നടക്കാൻ പോണത്. അത് ആരുടെയൊക്കെ തലയിൽ ഈ ബൾബ് കത്തിയിട്ടുണ്ടോ അവര് ഇവിടെ ആക്റ്റീവായിട്ട് നിൽക്കും. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ കമ്പനി ചെയ്തത് ഏകദേശം 2000 കോടിയാണെങ്കിൽ, ഏകദേശം 2000 കോടിയുടെ ബിസിനസ് ആണ് നമ്മളെ കമ്പനി ടേൺ ഓവർ ചെയ്തതെങ്കിൽ കമ്പനി പറയുന്നു അടുത്ത 5 വർഷം കൊണ്ട്, 12 വർഷം കൊണ്ട് 2000 കോടിയാണ് ചെയ്തതെങ്കിൽ അടുത്ത 5 വർഷം കൊണ്ട് കമ്പനി പറയുന്നു കമ്പനി 9000 കോടി ടച്ച് ചെയ്യുന്ന പറയുന്നത് ടേൺ ഓവർ. ക്ലിയർ? നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലെ? ഈ കയ്യടി മതിയോ? 9000 കോടി എത്തും പറഞ്ഞാൽ നല്ലൊരു കയ്യടിച്ചോളൂ. ഒരു ആവേശമില്ല. ഈ 9000 കോടി എത്തുമ്പോ എന്താ പ്രത്യേകത അറിയാം നിങ്ങളെ? 9000 കോടിയുടെ 60% എത്രയാ? ഒന്ന് കാൽക്കുലേറ്റർ അടിക്കുക ആരെങ്കിലും ഒരാള്. 9000 കോടിയുടെ 60% എത്ര അക്ഷയ് സാറേ? കണക്ക് കൂട്ടാൻ കുറച്ച് വേണ്ട, നിങ്ങള് 9ന്റെ 60 അടിച്ചാൽ മതി. 5000. നിങ്ങൾ മനസ്സിലാക്ക, നമ്മുടെ കമ്പനി 100 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് ഇറക്കുകയാണെങ്കിൽ, 100 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് ഇറക്കുകയാണെങ്കിൽ അതിൽ 60 രൂപ ആർക്കാ കിട്ടുന്നത്? നമുക്കാണ് കിട്ടുന്നത്. മനസ്സിലായോ? 100 രൂപയുടെ പ്രൊഡക്റ്റ് കമ്പനി ഇറക്കുമ്പോൾ അതിൽ 40% കമ്പനി എടുക്കും. അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റും എല്ലാവരും എടുക്കും. ബാക്കി 40%, 60% ആർക്കാ തരുന്നത്? നമുക്കാണ് തരുന്നത് അല്ലെ? അപ്പൊ കമ്പനി 9000 കോടി ടച്ച് ചെയ്യുമ്പോ അതിൽ എത്ര കോടിയാണ് ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുക്കുന്നത്? എത്ര കോടി സാറേ? 5600 കോടി രൂപ കമ്പനി സാധാരണക്കാരായ നമ്മുടെ ഇടയിൽ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവാ. 5600 കോടി. അതിൽ നിങ്ങൾക്ക് എത്ര കോടി വേണം? എത്ര കോടി വേണം മേഡം? 5600. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് ചോദിക്കാൻ തന്നെ ധൈര്യമല്ല. ആലോചിച്ച് നോക്കണം. കമ്പനി തരാൻ റെഡിയാണ്, നിങ്ങൾ വാങ്ങാൻ റെഡിയാണോ? നിങ്ങൾക്ക് വേണോ? എത്ര വേണം? നല്ല കാര്യം, 10 കോടി. അപ്പൊ 5600 10 കോടിട്ടോ, ഇനി ബാക്കിയുള്ളൂ. ക്ലിയർ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വാരിക്കോരി തരാൻ മൈലേജ് സ്റ്റൈൽ റെഡിയാ. മൈലേജ് സ്റ്റൈൽ റെഡിയാണ്. നിങ്ങൾ റെഡിയാണോ എന്നുള്ളതാണ് ചോദ്യം. ഇനി വേറൊരു കാര്യം, നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ ലീഡറും റെഡിയാണ്. അപ്പൊ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഷമീർ സാറ് വയനാട്ടിൽ നിന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടുത്തെ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ. ക്ലിയർ? വയനാട്ടിൽ ആൾക്കാരില്ലാഞ്ഞിട്ടല്ല, ഇവിടെ ഷമീർ സാറെ വിശ്വസിച്ച് വന്ന ആൾക്കാരെ രക്ഷപ്പെടുത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത്. എസ്വർണോ? നമ്മളെ യൂനസ് സാറ് ഇന്നത്തെ ബ്രാൻഡ് ന്യൂ NTC കണ്ണൂരിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ക്ലിയർ? കണ്ണൂർ ആള് തീർന്നുകൊണ്ടാണ് അവർ വന്നത് അല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോഴും 100 പേരെ നിങ്ങൾ എടുത്താൽ അതിൽ 2 പേര് മാത്രമേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നുള്ളൂ. ഹലോ, വെറും കണക്കുകൾ പറയുന്നത് വെറും 2% ആൾക്കാരെ ഇപ്പോഴും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നുള്ളൂ. അപ്പൊ വയനാട് 100 പേരുണ്ടെങ്കിൽ 2 ആളെ ഇപ്പോഴും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നുള്ളൂ. അപ്പൊ വയനാടോ കണ്ണൂരോ ആളില്ലാഞ്ഞിട്ടല്ല അവരോട് വന്നിരിക്കുന്നത്. ഇവരെ വിശ്വസിച്ച് കുറെ ആൾക്കാർ ഇവിടെ ബിസിനസ്സിലുണ്ട്, അവരെ രക്ഷപ്പെടുത്താനാണ് വന്നിട്ടുള്ളത്. ഞാൻ വേണ്ടത്, നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങളെ വിജയിപ്പിക്കാൻ ലീഡേഴ്സ് റെഡിയാണ്. ഞങ്ങളൊരു കൈ നീട്ടാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ കൈ വെക്കാൻ റെഡിയാണോ? റെഡിയാണോ? ഈ എസ് കൊണ്ട് കിട്ടുമോ? 10 കോടി കിട്ടണമെങ്കിൽ ഈ എസ് ഇവിടുന്ന് വരണ എസ്. ഇതുകൊണ്ടൊന്നും കോടികൾ കിട്ടൂല മക്കളെ. ഇതുകൊണ്ടൊക്കെ ഒരു 2000 3000 ഒക്കെ കിട്ടുള്ളൂ. എസ് എന്ന് വരട്ടെ പുറത്തുനിന്ന്. ഓക്കെ, പോരട്ടോ. എസ് പ്ലസ് കൊടിയിലേക്കൊന്നും എത്തിയിട്ടില്ല, നമുക്ക് എത്തിക്കാൻ ശ്രമിക്കാം. എന്തായാലും ഈ ബിസിനസ്സിൽ വന്ന് 7.5 വർഷമായി. ഇപ്പോ ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ ആണ്. ഈ ബിസിനസ്സിൽ വന്ന് 1.5 വർഷം കൊണ്ട് 20 ലക്ഷം രൂപയുടെ ഒരു കാർ സ്വന്തമായിട്ട് വാങ്ങി ധാരാളം ആളുകൾക്ക്, സാധാരണക്കാർക്ക് പലതരത്തിലുള്ള ചെറുതും വലുതുമായ വരുമാനം എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു. കുറെ ആളുകൾക്ക് കാറ് വാങ്ങി കൊടുക്കാൻ സാധിച്ചു. ഏകദേശം 4 വർഷം കൊണ്ട് ഈ ബിസിനസ്സിൽ NTC ക്വാളിഫൈ ചെയ്തപ്പോ ഏകദേശം ഒരു 45 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി സ്വന്തമായിട്ട് വാങ്ങാൻ സാധിച്ചു ഈ ബിസിനസ്സിലൂടെ, 1 രൂപ കടമില്ലാതെ. ഏകദേശം 7 വർഷം കഴിഞ്ഞു ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ ക്വാളിഫൈ ചെയ്തപ്പോ കോഴിക്കോട് ജില്ലയില് ഹമീദ് സാർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്.
നല്ലൊരു സാധനം യൂട്യൂബിൽ വരുന്ന സാധനമാണ്. അമീൻ ഉസ്താദ് യൂട്യൂബിന്റെ ആളാ. നാളെ ഇൻകം ടാക്സിന്റെ വീട്ടിലേക്ക് തെരഞ്ഞെരും എവിടെയാ ഒരു കൊടിയെന്ന് ചോദിച്ചു. അപ്പൊ നല്ലൊരു ബൈജു. ഇനിയിപ്പോ ഏതായാലും ഈ ജാനുവരി ഫസ്റ്റ് വീക്കില്, ഈ 2026 ഫസ്റ്റ് വീക്കില് ഒരു ലക്ഷറി XUV കാറ് ഇറക്കാൻ പോവാണ്. അത് സെറ്റ് ആയിട്ടുണ്ട്. പൈസ ഇല്ലാത്തതുകൊണ്ടല്ല ഞാൻ വാങ്ങാത്തത്. ഈ നവംബറിൽ വല്ല ഓഫറും വരുമെന്ന് വെയിറ്റ് ചെയ്യാണ്. ബിസിനസ്സുകാരനല്ലേ, എവിടെയെങ്കിലും 10 രൂപ ലാഭം കിട്ടാൻ നോക്കുകയാണ്. അല്ല, പൈസ ഇല്ലാഞ്ഞിട്ടൊന്നുമില്ല. പൈസക്ക് ഇഷ്ടം പോലെ ഇപ്പൊ തന്നെ അക്കൗണ്ടിൽ ഒരു SUV വാങ്ങാനുള്ള പൈസ ബാങ്ക് ബാലൻസ് ഉണ്ട്. വലിയ ചെലവൊന്നുമില്ല. കാരണം എന്താ പറയാ, സിഗരറ്റ് വലിക്കില്ല, മദ്യപിക്കില്ല, പിന്നെ പ്രത്യേകിച്ച് നോൺ വെജ് ഒന്നും അധികം കഴിക്കില്ല. അതുകൊണ്ട് കിട്ടുന്ന പൈസയൊക്കെ ബാക്കിയാണ്. ആകെ ഈ പെട്രോൾ അടിക്കുന്ന പൈസ ചെലവുള്ളൂ. അതെ. അപ്പൊ ഇനി കടം ചോദിച്ചാലും വരണ്ട, അത് കൊടുക്കൂല. അപ്പോ എന്തായാലും കടം കൊടുക്കൂല, കടം വാങ്ങൂല, അതാണ് എന്റെ പോളിസി. അതുകൊണ്ട് ബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കടം കൊടുത്താൽ ബന്ധം തീർന്നു. ഓക്കെ. അപ്പോ എന്തായാലും അടിപൊളിയായിട്ട് ചെയ്യാം. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഈ ബിസിനസ്സിൽ തുടക്കത്തിലൊക്കെ നമ്മൾ എന്താ ആഗ്രഹിക്കുക, എനിക്ക് കിട്ടണം, എനിക്ക് കിട്ടണം, എനിക്ക് കിട്ടണം, ഞാൻ പെട്ടെന്ന് TC ആവണം, ഞാൻ പെട്ടെന്ന് ATC ആവണം എന്നല്ല ആഗ്രഹിക്കുക. എസ്വർണോ ആണോ? അങ്ങനെ തന്നെയാണ്. എന്നാൽ ഒരു ലെവൽ കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് മറ്റ് നമ്മളുടെ ടീമിലുള്ള ആളുകൾക്ക് മാത്രമല്ല. ഇപ്പൊ ആലോചിക്കുന്ന എന്റെ ടീമിലുള്ള ആൾക്കാർ വളരെ കുറച്ചുള്ളൂ ഇവിടെ. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബിസിനസ്സിലൂടെ വരുമാനം കിട്ടണം. നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഈ എന്താ, കഴിഞ്ഞ ദിവസം ഒരാളിനോട് ചോദിച്ചു, സാറേ നമ്മള് ഇവിടെ ഉള്ള ആളുകളൊക്കെ ബിസിനസ് പ്ലാൻ കാണിക്കുന്നുണ്ട്, കുറെ കഴിഞ്ഞ ആള് തീരില്ലേന്ന് ചോദിച്ചു. ആള് തീർന്നു പോയില്ലോ ചോദിച്ചു. ഞാൻ പറഞ്ഞു അയാളോട്, സാറേ ഇപ്പോഴും 2% ആൾക്കാരായിട്ടുള്ളൂ ഈ ബിസിനസ്സിൽ. സാറ് ഇനി എങ്ങനെ തല കുത്തി നിന്ന് വർക്ക് ചെയ്താലും 1% പോലും കൂട്ടാൻ കഴിയില്ല, 3 ആക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ 12 വർഷം കൊണ്ട് 2% ആയിട്ടുള്ളൂ. അതുകൊണ്ട് ആള് തീരുന്നുള്ള പേടി വേണ്ട. നിങ്ങളൊക്കെ നന്നായി ചെയ്യും. നിങ്ങളൊക്കെ ചെയ്താലും എനിക്ക് കിട്ടാണത് കിട്ടും. മനസ്സിലായി? ഇവിടെ ബിസിനസ് വളരണം, അപ്പോഴേ നമുക്കൊക്കെ വളരാൻ പറ്റുള്ളൂ. ഇപ്പോഴും നമ്മുടെ ബിസിനസ് എന്താണെന്ന് ആളുകൾക്ക് അറിയില്ല. എല്ലാവരും നല്ല രീതിയിൽ GTS ഉപയോഗപ്പെടുത്തുക. അടുത്ത ആഴ്ച നിങ്ങൾ വരുമ്പോ, സാറേ 10 കോടി വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഒരു 10 ആളെങ്കിലും കൊണ്ടുവരണം. കൈ വീശി വരരുത്. ഹലോ, വെറുതെ കിട്ടുന്ന പണിയും കൂടി എടുക്കണം. അപ്പൊ എല്ലാവർക്കും നല്ല വിജയം നേർന്നുകൊണ്ട് ഈ പ്രോഗ്രാം അവിടെ കൺക്ലൂഡ് ചെയ്യാണ്. അവിടെ തേയിച്ചു കൊടുക്കുന്ന ആൾക്കാർ, ഒന്ന് നിങ്ങൾക്ക് അടിപൊളി ക്ലാസ് ആയി, രണ്ട് നിങ്ങളുടെ ടീമിൽ പരമാവധി ആൾക്കാരെ പങ്കെടുപ്പിക്കുക. അങ്ങനെ ബെന്നിസാർ ക്ലാസ് പോലെ എടുക്കുക, തമാശ രൂപത്തിൽ കുറെ കഥയൊക്കെ പറഞ്ഞ് ഭയങ്കര എനിക്ക് ഇഷ്ടമാണ് ക്ലാസ്. അപ്പൊ ഞാൻ പറയുന്നത് പരമാവധി ആളുകൾക്ക് പങ്കെടുപ്പിക്കുക. നമ്മൾ ഈ ഹാളിൽ വെച്ചിട്ട് തന്നെയാണ് നടത്തുന്നത്. ഒരു 150 രൂപ നമുക്ക് ചാർജ് ചെയ്യുന്നുണ്ട്. 100 രൂപ അല്ലെ, 100 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ചാല് നമ്മൾ രാവിലെ ഒരു 10 മണിക്ക് ലക്ഷ്യം സാറെ 10 to 1 ടൈം വെച്ചില്ല. 10 അന്ന് നിങ്ങള് സ്കൂളെ കുട്ടികളെ വീട്ടിൽ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുത്. അന്ന് മാത്രം വന്ന് 10 മണിക്ക് എത്തുക. എന്തിനറിയോ, ബെന്നിസാർക്ക് കുറച്ച് ടൈം കൊടുക്കണം. ഇത് പരമാവധി അദ്ദേഹത്തിന് കിട്ടണ്ടേ. 10 മണി മുതൽ 1 മണി വരെയാണ് ക്ലാസ്. അതിന്റെ ഇടയ്ക്ക് ഒരു ചായ കടി തരാനാണ് 100 രൂപ വാങ്ങിയത്. ഒരു ചായ കടി തരാനാണ് പ്ലാന്.